ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. 34ാമത് സീനിയർ ദേശീയ വുഷു ചാമ്പ്യൻഷിപ്പിൽ പുലാമന്തോൾ ISK വുഷു ക്ലബിലൂടെ മലപ്പുറം ജില്ലയ്ക്ക് 10 മെഡൽ. ജില്ലയിൽ തിരിച്ചെത്തിയ മത്സരാർത്ഥികൾക്ക് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ജൂൺ 14 മുതൽ 19 വരെ രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ച് നടന്ന 34ാമത് സീനിയർ ദേശീയ വുഷു പുരുഷ വനിതാ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു പങ്കെടുത്ത പുലാമന്തോൾ ISK വുഷു ക്ലബിലെ വിദ്യാർത്ഥികൾക്ക് വിവിധ കാറ്റഗറികളിലായി 2 ഗോൾഡ് മെഡൽ അടക്കം 10 മെഡലുകൾ ലഭ്യമായി. സാൻഡ, ടൌലു വിഭാഗങ്ങളിലായി 35 മത്സരാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് പങ്കെടുത്തത്. മത്സരത്തിൽ ടൌലു വിഭാഗത്തിൽ 10 മെഡലുകൾ നേടി പുലാമന്തോളിലെ 5 കായിക താരങ്ങൾ തിളക്കം വിജയം കരസ്ഥമാക്കി. 2 ഗോൾഡ്, 7 സിൽവർ, 1 ബ്രോൺസ് എന്നീ മെഡലുകൾ നേടിക്കൊണ്ട് അഭിമാനകരമായ വിജയം കൈവരിക്കാൻ പുലാമന്തോൾ ISK വുഷു താരങ്ങൾക്ക് സാധിച്ചു. ഇത് വളരെയധികം സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. കാരണം നമുക്ക് 34ാമത് സീനിയർ നാഷണൽ വുഷു ചാമ്പ്യൻഷിപ്പ് നടന്നപ്പോൾ 2 ഗോൾഡ് മെഡലാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത്. ആ 2 ഗോൾഡ് മെഡലിലെ കായിക താരങ്ങളും നമ്മുടെ മലപ്പുറം ജില്ലയിലെ നമ്മുടെ ISK മാർഷൽ ആർട്സ് അക്കാഡമിയിൽ എന്നാണെന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ 10 മെഡലുമായിട്ടാണ് നമ്മുടെ 5 കുട്ടികൾ ഇവിടെ തിരിച്ചെത്തിയിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ 37ാമത് നാഷണൽ ഗെയിംസ് ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന സമയത്തും കേരളത്തിന് കിട്ടിയ ആകെ ഒരേ ഒരു ഗോൾഡ് മെഡൽ, അതിലെ കായിക താരവും നമ്മുടെ മുഹമ്മദ് ജാസിലാണ്. അപ്പോൾ നിരവധി മെഡലുകൾ വർഷങ്ങളായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റിയിൽ അടക്കം തുടർച്ചയായിട്ട് മെഡൽ നേടുന്ന കായിക താരങ്ങളാണ്. 37ാമത് ദേശീയ ഗെയിംസിലെ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം മുഹമ്മദ് ജാസിലാണ് ഇത്തവണയും ദേശീയ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നിലനിർത്തിയത്. ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇത്തവണ സിൽവർ മെഡൽ നേടിയ ഗ്രൂപ്പ് ഇവന്റ് ടീമിനെ നയിച്ചതും മുഹമ്മദ് ജാസിലാണ്. നയന മനുവാണ് സ്വർണം നേടിയ മറ്റൊരു കായിക താരം. മുഹമ്മദ് ആരിസ്, മുഹമ്മദ് സ്വാലിഹ്, മുനീർ V എന്നിവരാണ് സിൽവർ മെഡൽ നേടിയ മറ്റു കായിക താരങ്ങൾ. രാജസ്ഥാനിൽ വെച്ച് നടന്ന നാഷണൽ വുഷു ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ കുട്ടികളാണിത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇത് ഇപ്രാവശ്യത്തെ നാഷണൽ പറഞ്ഞാൽ കുറച്ചധികം ടഫായിരുന്നു കോമ്പറ്റീഷൻ. എൻ്റെ ഇവൻറ്റിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 3 കൊല്ലം മുന്നത്തെ ഒരു ഇൻ്റർനാഷണൽ ചാമ്പ്യൻ സാജലാമ, നമ്മുടെ സർവീസസ് പ്ലെയർ സാജലാമ ഒക്കെ എൻ്റെ ഇവൻറ്റിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ പ്ലെയറിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ ഒരു അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യം തന്നെയാണ്. പുലാമന്തോൾ ISK മാർഷൽ ആർട്സ് അക്കാദമിയുടെ ചീഫ് ഇൻസ്ട്രക്ടർ മുഹമ്മദ് അലിയാണ് ഇവരുടെ പരിശീലകൻ. ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ കായിക താരങ്ങളെയും പരിശീലകൻ ISK മുഹമ്മദ് അലിയെയും പട്ടാമ്പി പോലീസ് സബ് ഇൻസ്പെക്ടർ ജയകുമാർ, മലപ്പുറം ജില്ലാ വുഷു അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു.